ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഷമീം ഖാന്റെ വീട്ടിലാണ്. 3 വർഷം മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഓട്ടോമേഷന്റെ പ്രൊജക്റ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് യൂസർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ചറിയാം. നമ്മൾ വീട് ഇപ്പം സർവീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 3 വർഷം കഴിഞ്ഞു. എന്താണ് ഇപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഇതാണ് ഫസ്റ്റ് നമ്മളെ പൂളിൻ്റെയൊക്കെയുള്ള ഒരു എൻട്രൻസ് ആണിത്. കുട്ടികൾ നമ്മളറിയാതെ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി വെച്ച ഒരു സംവിധാനമാണ്. നമ്മൾ ഫിംഗർ വെച്ചെങ്കിൽ ഇത് തുറക്കാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ അന്ന് നിങ്ങൾ പറഞ്ഞ സമയത്ത് കുറച്ച് നമ്മൾ ബാക്കിൽ വന്നെങ്കിലും നമ്മുടെ ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ഉപകാരമുള്ള സാധനമാണ് നമ്മളെ ഈ മ്യൂസിക് സിസ്റ്റം. അത് ശരിക്കും ഒരു മൾട്ടി റൂം ഓഡിയോ നമ്മളോട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൊബൈലിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മള് പെരുന്നാൾക്ക് ഇതിനിപ്പോ ഞങ്ങളെല്ലാരും കൂടി ഇവിടെ തന്നെ കൂടിയത്. ഞങ്ങളെ ഫാമിലി എല്ലാവരും കൂടി 10-50 ആളുണ്ടായിരുന്നു പരിപാടി ഇവിടെ. ഒന്ന് ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഇതിന്റെ ഒരു സോങ് കാര്യങ്ങളൊക്കെ ഇട്ട് വളരെ നല്ല ഉഷാറായിരുന്നു. എൻജോയ് ചെയ്ത് ആംബിയൻസ് ഉണ്ടായത്. ശരിക്കും ആ പരിപാടി എന്താണോ അത് കറക്റ്റ് കിട്ടി ഇവിടെ. എന്താ നമ്മൾ ഉദ്ദേശിച്ചത് സിസ്റ്റം എന്നുള്ള രീതിയിലെല്ലാം കോൺസെപ്റ്റ് കൊണ്ടുവന്നതന്നെ. അപ്പൊ അന്ന് നമ്മൾ ആർക്കിടെക്ട് ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്താണ് ഫൈനലി നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു തിരിച്ച് ഈ സിസ്റ്റത്തിന് നമ്മൾ അപ്പൊ ഇതിൽ എന്താ വെച്ചാൽ ഈ മൾട്ടി റൂം ഓരോ റൂമിനെ നമുക്ക് ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാം. നിങ്ങൾ ഇപ്പൊ അത് യൂസ് ചെയ്യുന്നുണ്ടാവുന്നതാണ്. യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ എല്ലാ സിസ്റ്റങ്ങളും ഇതൊരു സെൻട്രലൈസ്ഡ് യൂണിറ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്കിപ്പോ ഒരു കംപ്ലൈൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെ വീടിന്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നിങ്ങൾ ഈ അണ്ടർഗ്രൗണ്ടിലൂടെ വന്ന് നമ്മൾ വീട്ടുകാർക്കൊന്നും ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്തു പോകാനും നമ്മൾ അറിയണില്ല. ഇവിടെ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒന്നും അറിയണില്ല. ഇത് ഈ ഒരു യൂണിറ്റ് സിംഗിൾ ആയതുകൊണ്ട് പ്രൈവസിനെ ബാധിക്കുന്നില്ല. സാധാരണ ക്ഷമിക്കും ഒരു വീടിന്റെ പ്രൊജക്റ്റ് ആകുമ്പോൾ സാധാരണ കൊമേഴ്ഷ്യൽ ആകുമ്പോൾ നമുക്ക് ഇതിനൊക്കെയുള്ള ടൈം കിട്ടും. സാധാരണ ഒരു വീടിന്റെ പ്രൊജക്റ്റിൽ എന്താ വെച്ചാൽ ഇലക്ട്രിക്കൽ ടീമോ അല്ലെങ്കിൽ MEP ടീമോ ഇതൊക്കെ ഒരു സ്ഥലത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് കേബിൾ കൊണ്ടുവരും. പക്ഷെ നിങ്ങളൊക്കെ പ്രൊജക്റ്റിൽ എന്താ വെച്ചാൽ നമുക്ക് അതിനുള്ള കറക്റ്റ് ടൈമിലാണ് നമ്മളിവിടെ എൻ്റർ ചെയ്തത്, അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ എൻ്റർ ചെയ്തു. അതുകൊണ്ട് നമുക്കിത് കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് കൺസൾട്ട് ചെയ്ത് ഒരു സെൻട്രലൈസ്ഡ് ലൊക്കേഷനിലേക്ക് ഇത് എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സർവീസ് ടെക്നീഷ്യൻ വന്നാലും വീടിൻ്റെ ഉള്ളിൽ കൂടെ എൻ്റർ ചെയ്യിക്കാതെ അല്ലെങ്കിൽ വേറൊരു സൈഡിൽ കൂടെ നമുക്ക് ടെക്നീഷ്യൻ പറഞ്ഞയച്ച് സർവീസ് ചെയ്ത് പോകാൻ പറ്റുന്നത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. ഇപ്പോൾ ഫ്യൂച്ചറിൽ വേറെ ആരും ഇത് അതായത് ഇതേപോലത്തെ റിക്വയർമെന്റ് വരികയാണെങ്കിലും ഞങ്ങളേതല്ല ഏത് ടീമും ഈ ഒരു പ്രൊജക്റ്റിക്ക് എൻ്റർ ചെയ്യിക്കുമ്പോൾ വളരെ നേരത്തെ എൻ്റർ പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനം ഇപ്പോൾ ഇതാണ് വീഡിയോ ഡോർ ഫോൺ. ഇതാണിപ്പോൾ ഡെയിലി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനം. അതൊക്കെ നല്ല സാധനം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ കാരണം ഗേറ്റ് ഓപ്പൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. കാരണം നമ്മള് കസ്റ്റമറോട് ഇനീഷ്യൽ സ്റ്റേജിൽ പറയണതൊന്നും പിന്നെ പ്രൊഡക്റ്റ് വന്നതിന്റെ ശേഷം ഔട്ട്പുട്ട് വേറെ ഒന്നും ആകണ പല കേസുകളും ഇതിനു മുമ്പും പല കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ എന്തൊക്കെയാണോ ഇതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ആ ഫീച്ചേഴ്സ് ഒക്കെ വർക്ക് ചെയ്യണ്ടെന്നല്ലോ എല്ലാ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം ഉറപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞ സംഗതികളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും അതുവരെ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ലൈറ്റിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണമാണ്. നമുക്ക് ലൈറ്റ് ഇപ്പോൾ ഈ ഷാൻലിയറൊക്കെ ഓണാക്കലും ഓഫാക്കലൊക്കെ നമുക്ക് മൊബൈലിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മൊത്തം നമ്മൾ ഇതിലുള്ള ഈ ഡൈനിങ്ങളിലെ ഓൾമോസ്റ്റ് ലൈറ്റ്സ് എല്ലാം നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊന്നാണ് ഗേറ്റ്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് ഇപ്പോൾ വീഡിയോ ഡോർ ഫോണിൻ്റെ ഉപയോഗം പോലെ തന്നെ വീഡിയോ ഡോർ ഫോൺ എത്രത്തോളം യൂസ് ചെയ്യണോ അത്രത്തോളം ഗേറ്റ് യൂസ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടുള്ള വലിയ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം മൊബൈലാണ്. മറ്റതൊക്കെ എവിടെ വെച്ച് മറന്നാലും മൊബൈൽ ഇപ്പൊ നമ്മൾ ആരും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മറക്കാൻ പോകുന്നില്ല. അത് കയ്യിലെപ്പോഴും ഉണ്ടാവും. അതിൽ ഈ സംവിധാനങ്ങളെല്ലാം കിട്ടുക, ഡോർ ഗേറ്റ് കിട്ടുക, ലൈറ്റ് കിട്ടുക, എല്ലാം വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സംഗതികളും. ഇപ്പോൾ മോട്ടർ ഇടണമെങ്കിലും എല്ലാം ഒരു മൊബൈലിന് തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞതെന്താ വെച്ചാൽ ഒരു സൊല്യൂഷൻ ഞങ്ങൾ സ്നോബൽ എന്നുള്ള കമ്പനി ഒരു കസ്റ്റമർക്ക് സൊല്യൂഷൻ കൊടുക്കുമ്പോൾ അത് കൺവീനിയന്റ് ആവണം എന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ട്. കാരണം കൺവീനിയന്റ് അല്ലാതെ ഒരു സൊല്യൂഷൻ കൊടുത്താൽ നമ്മളോട് എപ്പോഴെങ്കിലൊക്കെ ഇത് എടുത്തിട്ട് കൊണ്ടുപോകാൻ പറയും. അപ്പൊ ആ ഒരു തീർച്ചയായിട്ടും അത് ഇതിന്റെ യൂസേജ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്ലയന്റിനും അത് ശരിക്കും യൂസ് ചെയ്യാൻ അറിയുന്നത് വരെ അത് അതിന്റെ പ്രശ്നങ്ങൾ ഫുള്ള് ഇത് ആരാണോ ഫിറ്റ് ചെയ്തത് അവർക്ക് തന്നെയാണ്. ഇതിപ്പോ ടെക്നോളജി ഇതിൽ ഉണ്ടായിട്ട് കാര്യമില്ല, ക്ലയന്റിന് ഇത് യൂസ് ചെയ്യാനും കൂടി അറിയണം. ഞങ്ങള് കമ്മ്യൂണിക്കേഷൻ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് വന്നപ്പം നിങ്ങളെയും കാട്ടൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് വീട്ടിലെ ഉമ്മയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വൈഫാണെങ്കിലൊക്കെ ഇവരാണ് കൂടുതൽ ഇതിനെന്ത് ചെയ്യുന്നത് ഉപയോഗപ്പെടുത്തുന്നത്. കാരണം അവരുടെ ടൈം വീട്ടിലിപ്പോൾ നമ്മളെക്കാട്ടും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ലേഡീസാണ്. അപ്പോൾ അവരുടെ ടൈം കൂടുതലും അവർക്ക് ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാൻ
ഈ ഓട്ടോമേഷൻ നമ്മൾ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ ഉമ്മങ്ങളോട് കുറച്ചേരം മുന്നേ പറഞ്ഞില്ലേ, ഉമ്മ എന്റെ മൊബൈലില് എന്തോ ഇത് ഓണാവാതായപ്പോ ഉമ്മ അപ്പോഴത്തേനും അവിടെ നിന്ന് ഗേറ്റ് ഓപ്പൺ ആക്കി. ഞാൻ ഓപ്പൺ ആക്കിയതാണ്, ഉമ്മ ഓപ്പൺ ആക്കിയതാണ്. ഫുൾ അപ്ഡേറ്റഡ് ആണ്. ഉമ്മ അപ്ഡേറ്റഡ് ആണ്. ഉമ്മക്കിപ്പോ പിന്നെ എന്താ പറയാ, ഈ സംഗതി ചെയ്യുന്ന സമയത്ത് എങ്ങനെ മക്കളെ ഇത് തുറക്കാന്ന് ചോദിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഇപ്പൊ നമ്മൾ തുറക്കേണ്ടവനെ ഉമ്മ തുറന്നു നിങ്ങൾക്ക്. അല്ല, നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രപ്പോസൽ തരുന്ന ടൈമിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ആണെന്നുള്ള ഒരു തോട്ട് നമ്മൾ മ്യൂച്വലി ഡിസ്കസ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇത് ഒരു കോസ്റ്റ്ലി നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ബഡ്ജറ്റിന് പുറത്താണ് ഈ ഓട്ടോമേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊട്ടേഷൻ അല്ലെങ്കിൽ പ്രപ്പോസൽ തന്നതെന്നല്ലേ, അത് വെറുത്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഈ 3 വർഷത്തിന് ശേഷം ഫീൽ ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് വേറെ തരത്തിലൊരു ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മൊബൈൽ മേഖലയിലാണ് നമ്മളുള്ളത്. ഇപ്പൊ നമുക്ക് ഈ ക്വാളിറ്റി പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് അറിയുന്ന ഒരു ആളുകൾ കൂടിയാണ് ഞങ്ങള്. ഇപ്പൊ നല്ലൊരു ചാർജറിൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണവും ഒരു ഒറിജിനൽ ചാർജറിൽ ചാർജ് ചെയ്യുമ്പോൾ ഗുണവും തമ്മിലുള്ള വ്യത്യാസം അതെന്താന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞവരാണ് ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ചീപ്പായിട്ടുള്ള കൊട്ടേഷൻ കിട്ടിയിട്ടും നിങ്ങളത് ഞങ്ങൾ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ രണ്ടും അറിയാം, ചീപ്പർ എന്താണ് ബെസ്റ്റ് എന്താണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ബെസ്റ്റ് ചൂസ് ചെയ്തതാണ്. അതിന്റെ ഗുണം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു വീട് കൺസൾട്ട് ചെയ്യുമ്പോൾ നല്ല ആർക്കിടെക്ട് നിങ്ങൾ തേടി പോകും, അല്ലെങ്കിൽ നല്ല MEP കൺസൾട്ടന്റിനെ തേടി പോകും, നല്ല എന്താ പറയാ വേറെ ഇന്റീരിയർ ഡിസൈനേഴ്സിനെ തേടി പോകും. ഒരിക്കലും ഇപ്പൊ ഞാൻ കണ്ടെടുത്തോളുള്ള പ്രശ്നം എന്താ വെച്ചാൽ പല ക്ലയന്റും നല്ലൊരു ELB കൺസൾട്ടൻസിനെ തേടി പോവാറില്ല. പക്ഷെ ഇവിടുത്തെ പ്രൊജക്റ്റിൽ നമ്മൾ ഇലക്ട്രിക്കൽ ടീമിന്റെ കൂടെ ഏർലി സ്റ്റേജിൽ തന്നെ ഇവിടെ വന്നുകൊണ്ട് ഇനീഷ്യലി ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ELB കൺസൾട്ടന്റ് നല്ലൊരു വീട് വെക്കുന്ന ആൾക്ക് ഇമ്പോർട്ടന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളെ എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? അതിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളത്, ഈ ക്ലയന്റിന് ഒരു അവയർനെസ് അതിനെ കുറിച്ച് വേണം. കാരണം വെച്ചാല് അതില്ലാത്ത ഒരാളോട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലയന്റിനെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടിരുന്ന എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു എക്സ്പീരിയൻസ് കൊടുക്കണം അവർക്ക്. ഇത് ഇപ്പൊ നമ്മളെപ്പോലെ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്ത വർക്കുകൾ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരെ ഇത് ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതിൽ ഒരു വലിയൊരു ഘടകമാണ്. ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്ന വലിയൊരു വീട് എടുക്കണവനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഓട്ടോമേഷനും ഈ ടെക്നോളജി പാർട്ടാണ്. തീർച്ചയായിട്ടും. കാരണം അതുപോലെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം. തീർച്ചയായിട്ടും അതിന് നമ്മൾ പ്രാധാന്യം കൊടുത്തില്ല. നമ്മളെ ഒരുപാട് സമയം, ഞാൻ എപ്പോഴും പറഞ്ഞ സമയത്തിന് വലിയൊരു വില ഉണ്ട് നമുക്ക്. ഇപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിലും കുട്ടികളാണെങ്കിലും സ്കൂൾക്ക് പോകുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ ഓരോ വിഷയങ്ങളിലും പിന്നെ നമുക്ക് അവിടുന്ന് ഒന്ന് കിച്ചണിൽ പോയിട്ട് ഒരു സ്വിച്ച് ഓൺ ആക്കാൻ വേണ്ടി ഇവിടേക്ക് വരുന്നത്, ആ സ്വിച്ച് ഓൺ ആക്കുന്നതിന് പകരം നമ്മൾ മൊബൈലിൽ ആ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുന്ന മൊബൈലിൽ സ്വിച്ച് അമർത്തി അതോടുകൂടിയിട്ട് ആ വിഷയം അവിടെ അവസാനിച്ചു. വലിയ രീതിയിൽ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എനർജി സേവിങ്, എനർജി സേവിങ് എല്ലാ രീതിയിലും ഇതിൽ എന്തായാലും ഒരു നഷ്ടം എന്തായാലും ഉണ്ടാവില്ല. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വേർത്താണ്, തീർച്ചയായിട്ടും വേർത്തിയാണ്. എന്തായാലും നിങ്ങളെ നല്ല യഥാർത്ഥമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. നമ്മളിപ്പോ എന്താ വെച്ചാൽ നിങ്ങളോട് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞത്. ഇതിലുണ്ടായ ഫസ്റ്റ് നമ്മൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങളും പറഞ്ഞു, ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ഒരു കംഫർട്ട്നെസ്സും ഞങ്ങളോട് ഷെയർ ചെയ്തു. അല്ലാതെ അത്രേ ഉള്ളൂ. നമ്മളൊരു ക്ലയന്റിന് ചെയ്യുമ്പോൾ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇനീഷ്യലി 1-2 പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എപ്പോഴും നല്ലൊരു കമ്പനി അതിന് സർവീസ് പ്രോപ്പറായിട്ട് കൊടുത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ സ്നോബൽ ടെക്നോളജീസിന്റെ പാർട്ട് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്, ഹൈ സർവീസ് എന്നുള്ള ഒരു സെഗ്മെന്റിലാണ്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ സൈഡിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങളെ ഭാഗത്ത് നിന്ന് റെസ്പോണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളെ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നാണ്, നിങ്ങളെ ഓഫീസ് സൈഡിൽ നിന്നും നിങ്ങളെ ഓണേഴ്സിന്റെ സൈഡിൽ നിന്നും ഒക്കെ കറക്റ്റ് റിപ്ലൈ ഉണ്ട്. അതാണ് ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യം. കാരണം ഇപ്പോൾ സർവീസ് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു റിപ്ലൈ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. താങ്ക് യു.